നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി കൈകളിങ്ങനെ ഉയർത്തുമ്പോൾ പെട്ടെന്ന് ഒരാൾ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, റിസൾട്ട് വന്നു, ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു, ആമാശയത്തിലാണ് ക്യാൻസർ. അദ്ദേഹത്തിൻ്റെ ഭൂതകാലം വളരെ ശുഭിതമായി സംസാരിക്കുന്നത്, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരാളാണ്. പലപ്പോഴും ആളുകൾക്കിടയിൽ വെച്ച് വളരെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനല്ലായിരുന്നു. ഒരു പൂമ്പാറ്റയുടെ ഹൃദയം എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വിനയമുള്ളൊരു മനുഷ്യനെന്ന് ഒരല്പസമയം എനിക്ക് തോന്നിപ്പോയി. പിന്നീട് അദ്ദേഹം എവിടെ ഇരിക്കുമ്പോഴും ഒരു നിശ്ചലാവസ്ഥ, സ്തബ്ധനായിരിക്കുന്നു. ആളുകളോടെല്ലാം കാണുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വളരെ വിനയത്തോടു കൂടി, വളരെ താഴ്മയോടുകൂടി ഇങ്ങനെ പറയുന്നു. എന്തായിരിക്കും അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം? തനിക്ക് ക്യാൻസർ ആണെന്നും ഒരുപക്ഷെ അതിന് ഫലപ്രദമായൊരു ചികിത്സ കിട്ടിയില്ല എങ്കിൽ ഞാൻ മരണപ്പെടുമെന്നൊക്കെയുള്ള ഒരു കൃത്യമായ ധാരണയല്ലേ അദ്ദേഹത്തെ ആ രൂപത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ക്യാൻസർ വന്നിട്ടില്ലെങ്കിലും നമ്മളൊക്കെ അടുത്ത നിമിഷം മരണപ്പെട്ടു പോകുമല്ലോ. അതിനൊരു ക്യാൻസർ വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ടല്ലോ. നമുക്കും ഒരു ക്യാൻസർ രോഗിയെ പോലെ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ എത്ര സ്ഥാനമുണ്ടാവും എന്ന് വെച്ചാൽ, അടുത്ത നിമിഷം ഞാനില്ല എന്ന ബോധ്യത്തിൽ വാക്കും പ്രവൃത്തിയിലൊക്കെ മിതത്വം ഉണ്ടാക്കിയാൽ, വിനയത്തോടു കൂടി ആളുകളോട് സംസാരിച്ചാൽ, വളരെ സമാധാനത്തോടു കൂടി ആളുകൾക്കിടയിൽ ഇടപഴകിയാൽ, പരമാവധി സുഹൃതങ്ങൾ ചെയ്തു കൂട്ടിയാൽ നമുക്കും അല്ലാഹുവിൻ്റെ മുമ്പിൽ വലിയ സ്ഥാനം കിട്ടൂലേ.